ആറന്മുള സ്ഥാനാർത്ഥിയാക്കിയത് വീണ ജോർജിന് എന്തെങ്കിലും രാഷ്ട്രീയ പാരമ്പര്യമുള്ളതുകൊണ്ടല്ല. ഇടതുപക്ഷത്തിന്, പ്രത്യേകിച്ച് CPM-ൻ്റെ പത്തനംതിട്ട ജില്ലയിലെ അടിത്തറ ഇളക്കിയ ഒരു നോമിനേഷനാണ് ഈ വീണ ജോർജ്. കൂടുതൽ ഇങ്ങോട്ട് വരട്ടിലൊന്നും വേണ്ട, നിങ്ങൾ കളിക്കുന്ന എന്താണ് എന്നുള്ളത് നമുക്ക് കൃത്യമായ ധാരണയുണ്ട്. CPM വളരെ സ്ട്രാറ്റജിക്കലായിട്ടാണ് പോകുന്നത്. BJPക്ക് ഇല്ലാത്ത ബുദ്ധി അക്കാര്യത്തിൽ CPM-നുണ്ട്. കാരണം CPM-ൻ്റെ വോട്ട് ബേസ് എന്ന് പറയുന്നത് ഹിന്ദു വോട്ടാണ്. ലവ് ജിഹാദ് എന്ന് പറയുന്നത് ഒരു യാഥാർത്ഥ്യമാണോ? ഈ തൊടുപുഴ പ്രോസ്പെക്റ്റിൽ താങ്കൾക്ക് എന്താണ് വിലയിരുത്താൻ? അതെ, ലവ് ജിഹാദ് എന്ന് പറഞ്ഞ് ഇപ്പോൾ സംഭവം പെൺകുട്ടികളെ പ്രേമം നടിച്ച് വിവാഹം കഴിപ്പിച്ച് മതം മാറ്റുന്നുണ്ട് എന്നുള്ളത് ലളിതമായൊരു സത്യമാണ്. CPM സംസ്ഥാന സെക്രട്ടറി ശ്രീ MP ഗോവിന്ദൻ, അദ്ദേഹം ഗോവിന്ദച്ചാമിയുടെ സ്വരത്തിൽ സംസാരിക്കരുത് എന്നൊരു പുരോഹിതൻ അടുത്തിടെ പറഞ്ഞു. താങ്കളുടെ ശ്രദ്ധപ്പെട്ടിട്ടുണ്ടാവും. അത് കേട്ടപ്പോൾ താങ്കൾക്ക് എന്താണ് തോന്നുന്നത്? പുരോഹിതന് ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റ് നടന്ന പോലെയാണ് എനിക്ക് തോന്നിയത് ആ ഉപയോഗിച്ച വാചകങ്ങൾ. പക്ഷെ അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ അഭിപ്രായമാണ്. പുരോഹിതൻ്റെ അഭിപ്രായം പറയാനുള്ള അവകാശമില്ലേ? ഗോവിന്ദസ്വാമി പറയുന്ന സ്വരത്തിൽ ഗോവിന്ദൻ മാഷ് പറയാൻ പാടില്ല എന്നുള്ള അദ്ദേഹത്തിൻ്റെ അഭിപ്രായം പറഞ്ഞതിനകത്ത് എന്താ തെറ്റ്? അദ്ദേഹം പറഞ്ഞത് അതിൻ്റെ സാഹചര്യമാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. അതായത് ബിഷപ്പ് പാംപ്ലാനി അദ്ദേഹം അവസരവാദ രാഷ്ട്രീയമാണ് കളിക്കുന്നത്. അദ്ദേഹം ഒരു സഭാ വിഭാഗത്തെ BJP പാളയത്തിൽ കൊണ്ട് ചേർത്ത് നിർത്താൻ ശ്രമിക്കുന്നു, തരാതരം പോലെ നിലപാട് മാറ്റുന്നു എന്നൊക്കെയുള്ള ആക്ഷേപം CPM സംസ്ഥാന സെക്രട്ടറി ഉന്നയിച്ചപ്പോൾ അതിനെ വിമർശിച്ചുകൊണ്ടാണ് വൈദികൻ രംഗത്ത് വരികയും ഇങ്ങനെ പറയുകയും ചെയ്തത്. അപ്പോൾ അതിനൊരു പൊളിറ്റിക്കൽ മാനമുണ്ട്. ക്രിസ്തീയ സഭയിൽ നിന്ന് അകലുവാനുള്ള ഇൻറ്റൻഷനലായിട്ടുള്ള ഒരു താല്പര്യം CPM നടത്തുന്നതാണോ, അതോ ഈ സഭ BJPയോട് അടുക്കുന്നത് കൊണ്ടുണ്ടാകുന്ന ഒരു ചൊറിച്ചിലാണോ? താങ്കളുടെ റീഡിംഗ് എന്താണ്? അല്ല, ക്രൈസ്തവ സഭകളെ കൂടെ നിർത്താൻ BJP ശ്രമിച്ചതിനേക്കാൾ കൂടുതൽ ശ്രമിച്ചിട്ടുള്ളത് CPM ആണ്. അതായത് ഓർത്തഡോക്സ് സഭയുടെ മലങ്കര ഓർത്തഡോക്സ് സഭയുടെ മതമേലധ്യക്ഷൻ അദ്ദേഹം മരിച്ചുപോയി. അദ്ദേഹത്തിൻ്റെ നോമിനിയായിരുന്നു വീണ ജോർജ്. വീണ ജോർജിനെ ആറന്മുള സ്ഥാനാർത്ഥിയാക്കിയത് വീണ ജോർജിന് എന്തെങ്കിലും രാഷ്ട്രീയ പാരമ്പര്യമുള്ളതുകൊണ്ടല്ല. ഇടതുപക്ഷത്തിന്, പ്രത്യേകിച്ച് CPM-ൻ്റെ പത്തനംതിട്ട ജില്ലയിലെ അടിത്തറ ഇളക്കിയ ഒരു നോമിനേഷനാണ് ഈ വീണ ജോർജ്. വീണ ജോർജ് വന്നതോടുകൂടി നിസ്വാർത്ഥമായിട്ട് അതിനകത്ത് പ്രവർത്തിച്ചുകൊണ്ടിരുന്ന സ്ത്രീകളടക്കം എല്ലാവർക്കും തോന്നി തങ്ങൾ വെറുതെ പണിയെടുക്കുകയാണ്. വെള്ളം കോരാനും വിറക് വെട്ടാനും മാത്രം ഉപയോഗിക്കുന്ന കുറേ ഉപകരണങ്ങൾ മാത്രമാണ് തങ്ങളെന്ന് ഒരുപാട് പേർക്ക് തോന്നി. അതിൻ്റെ റിയാക്ഷനാണ് പത്മകുമാർ പറഞ്ഞിടത്ത് കണ്ടത്. അപ്പോൾ ഈ BJP സഭകളെ ഉപയോഗിച്ചതിനേക്കാൾ കൂടുതൽ ഭംഗിയായിട്ട് സഭകളെ CPM ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷേ സഭാ വിശ്വാസികൾ ഇതിനെ എങ്ങനെ കാണുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ചെറിയ ഉദാഹരണം ഞാൻ പറയാം. എനിക്കറിയാവുന്ന ഒരു കാര്യം. എങ്കിലേ ഞാൻ താമസിക്കുന്നത് കോന്നിയാണ്. കോന്നി പൊതുവെ പത്തനംതിട്ട ജില്ല ഓർത്തഡോക്സ് സഭയ്ക്ക് വലിയ സ്വാധീനമുള്ള സ്ഥലമാണ്. പിന്നെ എൻ്റെ സുഹൃത്തുക്കൾ ഒരുപാട് പേര് ഓർത്തഡോക്സ് സഭ വിശ്വാസികളായ. അവിടെ ഈ ഓർത്തഡോക്സ് സഭയുടെ പഴയ കാലം ചെയ്ത തിരുമേനി ഉമ്മൻചാണ്ടിക്കെതിരെ കർശനമായൊരു നിലപാടെടുത്തു. അതിൻ്റെ കാരണം യാക്കോബായ ഓർത്തഡോക്സ് സഭ തർക്കത്തിൽ ഓർത്തഡോക്സ് സഭ പ്രതീക്ഷിച്ച ലെവലിൽ സപ്പോർട്ട് കിട്ടി. ഇതാണ് പ്രശ്നം. അപ്പം ഉമ്മൻചാണ്ടി കേരളത്തിലെ മുഖ്യമന്ത്രിയാണ്. അദ്ദേഹം ഓർത്തഡോക്സ് സഭക്കാരനാണ്. പക്ഷെ അദ്ദേഹത്തിന് അങ്ങനെ ചെയ്യാൻ പറ്റില്ലല്ലോ. കോടതി വിധി വന്നു. പക്ഷെ കോടതി വിധി വന്നിട്ട് ഇപ്പോഴും കൃത്യമായിട്ട് നടപ്പിലാക്കിയിട്ടില്ല. പിണറായി വിജയൻ വന്നപ്പോഴും നടപ്പാക്കിയിട്ടില്ല. അത് വേറെ കാര്യം. പക്ഷെ അത് വല്ലാതെ ഉമ്മൻചാണ്ടിയെ ടാർണിഷ് ചെയ്യാൻ അന്ന് ഓർത്തഡോക്സ് സഭ ഉപയോഗിച്ചു എന്നുള്ളതൊരു അദ്ദേഹത്തിന്റെ ഭൂരിപക്ഷം അടുത്ത തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിനെ തോൽപ്പിക്കാൻ തന്നെ ശ്രമിച്ചു. അതൊരു വസ്തുതയാണ്. അപ്പം അത് കഴിഞ്ഞ് 2016 പിണറായി വിജയൻ അധികാരത്തിൽ വന്നപ്പോഴേ ഓർത്തഡോക്സ് സഭയുടെ മതമേലധ്യക്ഷൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വന്നു, ഞങ്ങൾക്കൊരു രക്ഷകനെ കിട്ടി. ഇതാണ് അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്. അത് കഴിഞ്ഞ് എനിക്ക് വളരെ വ്യക്തമായിട്ട് അറിയാവുന്ന ഒരു സംഭവമാണ് പറയുന്നത്. വിശ്വാസികൾ ഇതിനെ എങ്ങനെ എടുക്കും എന്നുള്ള ഒരു കാര്യമാണ് പറയുന്നത്. എൻ്റെ സുഹൃത്ത്, അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ പറയുന്നില്ല, അത് വലിയ സമ്പന്നനായ ഒരു ബിസിനസ്സുകാരനാണ്. ഈ ക്രൈസ്തവർക്ക് ഈ സ്തോത്രക്കാഴ്ച എന്നൊരു സംഭവമുണ്ട്, അറിയാമല്ലോ? സ്തോത്രക്കാഴ്ച എന്ന് പറയുന്നത് പള്ളി കൂടുമ്പോഴേ പള്ളിയുടെ ചെലവിലൊക്കെയായിട്ട് ഒരാൾ കൊടുക്കുന്ന സംഭാവനയാണ് സ്തോത്രക്കാഴ്ച. വരിപ്പണം. അത് തന്നെ, അതുപോലെ. അപ്പോൾ ഈ സ്തോത്രക്കാഴ്ച കൊടുക്കാൻ എല്ലാവരും നിരനിരയായിട്ട് നിന്നു. സാധാരണഗതിയിൽ അദ്ദേഹം സ്തോത്രക്കാഴ്ച കൊടുക്കുന്നത് കുറഞ്ഞ 1 ലക്ഷം രൂപയാണ്. കുറഞ്ഞത് 1 ലക്ഷം രൂപ. 1 ലക്ഷം രൂപ പറ്റി അത്ര സമ്പന്നനാണ്. അങ്ങനെയാണ് അദ്ദേഹം സ്തോത്രക്കാഴ്ച കൊടുക്കുന്നത്. അത് സ്തോത്രക്കാഴ്ച കൊടുക്കുന്ന പോലെ എല്ലാവർക്കും അദ്ദേഹം സംഭാവന ചെയ്യുന്നതാണ്. പക്ഷെ അദ്ദേഹത്തിന് സ്വന്തം സഭയ്ക്ക് സ്തോത്രക്കാഴ്ച കൊടുക്കുമ്പോൾ 1 ലക്ഷം 2 ലക്ഷം ഒക്കെ കൊടുക്കും. ശരി. അപ്പോൾ ഈ സംഭവം കഴിഞ്ഞ്, ഈ സ്റ്റേറ്റ്മെൻറ്റ് കഴിഞ്ഞ് നടന്ന ഒരു സംഭവം, അദ്ദേഹം ഈ സ്തോത്രക്കാഴ്ച കൊടുക്കാനായിട്ട് വന്നു. അപ്പം അച്ഛന്മാർ നോക്കും ആരൊക്കെ എത്രയൊക്കെയാണ്
പണം വിടുന്നത്. അതുകൊണ്ട് വേണം അതായത് നമുക്കൊരു രക്ഷാധികാരി വന്നു എന്ന് ബിഷപ്പ് പറഞ്ഞതിന്റെ പിന്നാലെ ഓർത്തഡോക്സ് സഭയുടെ ബൈലക്ഷൻ പറഞ്ഞതിന് ശേഷം. ശരി. അപ്പം ക്യൂ നിന്നു. അപ്പോൾ ഈ തിരുമേനിമാർ ഇവരെല്ലാം ശ്രദ്ധയും ഈ പണം കിട്ടിയെങ്കിലല്ലേ നടത്തിക്കൊണ്ട് പോകാൻ പറ്റുള്ളൂ. എൻ്റെ സുഹൃത്ത് കൊടുത്ത 5 രൂപയെ, ഈ ലക്ഷങ്ങൾ കൊടുത്തോണ്ടിരുന്ന ആൾ 5 രൂപയാണ് കൊടുത്തത്. അതെന്തുപറ്റി അങ്ങനെ? അപ്പം ഇവർ വളരെ ഷോക്ക്ഡായി കഴിഞ്ഞാൽ അച്ഛന് അന്നേരം ഒന്നും പറഞ്ഞില്ല, സ്വത്രക്കാഴ്ച ഇഷ്ടമുള്ള ലീവ് കൊടുക്കുന്നത്, അദ്ദേഹം പറയാനോ പറ്റില്ലല്ലോ. അദ്ദേഹം പള്ളിമേടയെ വിളിച്ച് ചോദിച്ചു, എന്തേ കാണിച്ചത്? 5 രൂപ. ഞാൻ 5 രൂപ തരാൻ ഉദ്ദേശിക്കുന്നുള്ളൂ, തിരുമേനിക്ക് രക്ഷകനെ കിട്ടിയിട്ടില്ലയോ, ബാക്കി രക്ഷകൻ തന്നോളൂ, പിന്നെ ഇവിടെ ഒരു രക്ഷകയും ഉണ്ടല്ലോ. അപ്പോൾ പിന്നെ എന്താ പറയുക, ഈ രക്ഷക വീണ ജോർജാണ് അതന്നെ ഉണ്ടല്ലോ. അപ്പോൾ എന്തായാലും രക്ഷകനും രക്ഷകയും കൂടെ അങ്ങോട്ട് കാര്യങ്ങൾ നടത്തട്ടെ, ഇതിന് ഇത്രയൊക്കെ തരാനേ ഉള്ളൂ. അദ്ദേഹം ആവർത്തിച്ച് പറഞ്ഞിട്ടും അദ്ദേഹം പഴങ്ങി 5 പൈസ കൊടുത്തിന് 5 പൈസ തരില്ല എന്ന് പറഞ്ഞു. ഇതാണ് ക്രൈസ്തവരുടെ പ്രതികരണം. അതാ ഞാൻ പറഞ്ഞു വന്നത്, മതമേലധ്യക്ഷനൊക്കെ ഓരോന്നൊക്കെ പറയും, അതൊന്നും ക്രൈസ്തവർ അങ്ങനെ എടുക്കുകയില്ല. കാരണം ക്രൈസ്തവർ വളരെ ബുദ്ധിമാന്മാരാണ്. അവർക്ക് ഓരോ മതമേലധ്യക്ഷൻ്റെയും ഓരോ സഭയുടെയും ഒക്കെ രാഷ്ട്രീയത്തെക്കുറിച്ച് അവർക്ക് നന്നായിട്ട് അറിയാം. കണ്ണുമടച്ച് വോട്ട് ചെയ്യുന്ന കുഞ്ഞാടുകളല്ല കേരളത്തിലെ ക്രിസ്ത്യാനികൾ, അവർ മെറിറ്റ് നോക്കി വോട്ട് ചെയ്യുന്നവരാണ്. അതുകൊണ്ട് ഈ പിണറായി വിജയൻ നമ്മുടെ ഗോവിന്ദൻ മാഷയുടെ ഈ സ്റ്റേറ്റ്മെൻറ്റ് ക്രിസ്ത്യാനികൾക്കെതിരാണെന്ന് എങ്ങനെ പറയാൻ പറ്റുക? അദ്ദേഹം ഒരു സഭയ്ക്ക് മാത്രമല്ലേ, പാമ്പ്ലാനി പിതാവിനെതിരായിട്ട് മാത്രമല്ലേ പറഞ്ഞുള്ളൂ. 2, ക്രൈസ്തവ സഭ ഒന്നിച്ചല്ലല്ലോ. ഓർത്തഡോക്സുകാർക്ക് അനുകൂലമായിട്ട് ഗോവിന്ദൻ മാസ്റ്റർ പ്രസ്താവന ഇറക്കിയ യാക്കോബായക്കാരനെതിരാകും. അവർക്ക് എന്നും വോട്ട് കിട്ടുന്ന യാക്കോബായ സഭയുടെ വോട്ടാ, അത് പോവും. മർത്തോമാക്കാരനെതിരായിട്ട് എന്തെങ്കിലും പറഞ്ഞാൽ പിന്നെ റോമൻ കത്തോലിക്കൻ്റെ വോട്ട് കിട്ടത്തില്ല, അല്ലെങ്കിൽ ലാറ്റിൻ കത്തോലിക്കൻ്റെ വോട്ട് കിട്ടത്തില്ല. അപ്പോൾ ഇവിടെ ക്രൈസ്തവ സഭ ഒന്നിച്ചല്ല നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ ഒരു സ്റ്റേറ്റ്മെൻറ്റ്, പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റ് ഗോവിന്ദൻ മാസ്റ്റർ കൊടുത്താൽ പോലും CPM-നെ അത് പ്രതികൂലമായിട്ട് ബാധിക്കത്തില്ല. കുറേ പേര് ഗോവിന്ദൻ മാസ്റ്ററെ അനുകൂലിക്കും, കുറേ പേര് എതിർക്കും. അതിനപ്പുറത്ത് വരെയൊന്നും നടക്കാൻ പോകുന്നില്ല. സാധാരണഗതിയിൽ ഇങ്ങനെ ഈ ഒരു പൊളിറ്റിക്കൽ ആവേശത്തിൻ്റെ പുറത്തൊക്കെ പലരും പല ആക്ഷേപങ്ങളും ഉന്നയിക്കാറുണ്ട്. ഇപ്പോഴത്തെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ, അദ്ദേഹം പാർട്ടി സെക്രട്ടറി ആയിരുന്ന കാലഘട്ടത്തിലാണ് നികൃഷ്ടജീവി പരാമർശം ഒരു ബിഷപ്പിനെതിരെ ഉന്നയിക്കുന്നു. പക്ഷേ അദ്ദേഹം അധികാരത്തിൽ വന്നതിന് ശേഷം അതേ ബിഷപ്പിനെ പോയി കാണുകയും അദ്ദേഹത്തിൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് ആ പടിക്കെട്ടുകൾ കയറി പോവുകയും അദ്ദേഹത്തോടൊപ്പം അത്താഴം കഴിക്കുകയും ചെയ്തതൊക്കെ നമ്മൾ കണ്ടതാണ്. പക്ഷേ ഇക്കുറി ഗോവിന്ദൻ മാഷ് ഒരു വെടി പൊട്ടിച്ചു. അദ്ദേഹം സംസ്ഥാന സെക്രട്ടറിയാണ്, മുഖ്യമന്ത്രിയോളം പവർ ഇല്ല, എന്നാൽ പോലും ആ പദവിയിലിരുന്നു കൊണ്ട് അദ്ദേഹം ഒരു വെടി പൊട്ടിച്ചതിൻ്റെ പിന്നാലെ DYFI പിന്നോട്ട് ശക്തമായിട്ടുള്ള ഒരു പിന്തുണയുമായിട്ട് മുന്നോട്ട് വരുന്നു. കൂടുതൽ ഇങ്ങോട്ട് വരട്ടിലൊന്നും വേണ്ട, നിങ്ങൾ കളിക്കുന്ന എന്താണ് എന്നുള്ളത് നമുക്ക് കൃത്യമായ ധാരണയുണ്ട്. എന്തോ കൽപ്പിച്ചു കൂട്ടി ഇടതുപക്ഷം മുന്നോട്ട് പോകുന്നത് പോലെ ഒരു റീഡിങ് കാണുന്നുണ്ട്. താങ്കൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ? അതൊരു CPM വളരെ സ്ട്രാറ്റജിക്കലായിട്ടാണ് പോകുന്നത്. BJPക്ക് ഇല്ലാത്ത ബുദ്ധി ആ കാര്യത്തിൽ CPM-നുണ്ട്. കാരണം CPM-ന്റെ വോട്ട് ബേസ് എന്ന് പറയുന്നത് ഹിന്ദു വോട്ടാണ്. അവരെ അതുകൊണ്ട് ആണല്ലോ ഈ ഹിന്ദു വോട്ട് നഷ്ടപ്പെടുന്നു, പ്രത്യേകിച്ച് ഈഴവ വോട്ട് നഷ്ടപ്പെടുന്നു എന്ന് വന്നപ്പോഴാണല്ലോ 30 വർഷം പൂർത്തിയാക്കിയ വെള്ളാപ്പള്ളി നടേശൻ വിവാദ പ്രസ്താവന നടത്തിയിട്ടും അദ്ദേഹത്തിനെ പോയി കണ്ട് വെള്ളാപ്പള്ളി വളരെ ധീരനായ നേതാവാണെന്നും അദ്ദേഹത്തിൻ്റെ ശ്ലാഘിക്കുകയൊക്കെ ചെയ്തില്ലേ, എല്ലാവരും പോയില്ലേ. അപ്പം അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ഹിന്ദു വോട്ട് നഷ്ടപ്പെടുന്ന ഹിന്ദു വോട്ട് തിരിച്ചു പിടിക്കാൻ CPM-ന് കഴിഞ്ഞില്ലെങ്കിൽ CPM-ന്റെ നിലനിൽപ്പ് പ്രശ്നമാണ്. അപ്പം അതിനകത്ത് ഈ പാമ്പ്ലാനി പിതാവിനെ അനുകൂലിച്ചുകൊണ്ടോ പിന്നെ ഇവരെ നമ്മുടെ സീറോ മലബാർ സഭയെ പ്രകീർത്തിച്ചുകൊണ്ടോ അവർക്ക് പ്രതീക്ഷിക്കുന്ന വോട്ട് അവിടെ നിന്ന് കിട്ടില്ല എന്ന് മാത്രമല്ല, ഈ ഫൈറ്റിൽ ധീരമായിട്ട് സഭയുടെ ഒരു ഏകാധിപത്യത്തിന്, സഭ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്ന ഒരു തിയോക്രാറ്റിക് സ്റ്റേറ്റിന് എതിരെ കൃത്യമായൊരു നിലപാടാണ് CPM-ഉം ഗോവിന്ദ മാസ്റ്റർ എടുത്തിരിക്കുന്നത് എന്ന് വന്നാൽ അത് കുറച്ചുകൂടെ CPM-ന്റെ അക്സെപ്റ്റൻസ് വർദ്ധിപ്പിക്കുകയുള്ളൂ. അല്ല CPM-ന് അതിനകത്ത് നഷ്ടം വരുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പ്രത്യേകിച്ച് അദ്ദേഹം പറഞ്ഞത് ഒരു വിഭാഗത്തെ മാത്രമാണ്. സീറോ മലബാർ സഭയാണ് ഏറ്റവും ശക്തവും സമ്പന്നവുമായ സഭ. അത് അവരെല്ലാവരും അല്ലേ തന്നെ ഒരിക്കലും CPM-ന് വോട്ട് ചെയ്യുന്ന ആളുകളല്ല. അപ്പോൾ CPM-ന് അതിനകത്ത് വലിയ നഷ്ടമൊന്നും വരാനില്ലല്ലോ. നമ്മൾ ഈ ഛത്തീസ്ഗഡ് വിഷയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ ക്രിസ്ത്യാനികളുടെ രക്ഷകരായി ആദ്യം എത്തിയത് CPM-ഉം അതുപോലെ തന്നെ കോൺഗ്രസ് നേതാക്കന്മാർ രണ്ടുപേരും. ഇവിടുന്ന് എല്ലാവരും പ്രത്യേക ദൂതന്മാർ വഴിയൊക്കെയും അല്ലാതെയൊക്കെ നേരിട്ടുമൊക്കെ ഡൽഹിയിൽ പറന്നിറങ്ങി എല്ലാവരും കന്യാസ്ത്രീകൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു, സഭാവിശ്വാസികളുടെ താല്പര്യം സംരക്ഷിക്കുമെന്ന് ഘോരഘോരം പ്രസംഗിച്ചു, ഡൽഹിയിൽ പോയി സമരം നടത്തി, ഒരുപാട് പ്രക്ഷോഭങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഏതാനും ആഴ്ചകൾ കഴിഞ്ഞിട്ടേ ഉള്ളൂ ഒരു തൊടുപുഴയിലുള്ള ഒരു പെൺകുട്ടി മതപരിവർത്തനത്തിലൂടെ ആ പെൺകുട്ടിയെ മതപരിവർത്തനം നടത്താനായിട്ടൊരു ചെറുപ്പക്കാരൻ ശ്രമിച്ചു എന്നും അതിൻ്റെ പിന്നിൽ ലവ് ജിഹാദ് ആണെന്നൊക്കെയുള്ള ആക്ഷേപം നിൽക്കുന്നുണ്ട്. ആ പെൺകുട്ടി കത്തെഴുതി വെച്ചിട്ട് ആത്മഹത്യ ചെയ്തു. ആ ഇതിനെല്ലാം കാരണക്കാരനായ ചെറുപ്പക്കാരനെതിരെ കേസെടുക്കണമെന്നുള്ള ആവശ്യം BJP ഉൾപ്പെടെയുള്ള എന്താ പറയുക സംഘടനകൾ ആവശ്യപ്പെടുകയൊക്കെ ചെയ്യുമ്പോൾ ഈ ക്രിസ്ത്യാനികളായി അവതരിച്ചിരുന്ന ഛത്തീസ്ഗഡിൽ അവതരിച്ചിരുന്ന CPM-കാരോ കോൺഗ്രസ്സുകാരോ ഇതിനെതിരെ ശക്തമായി ഒന്നും സംസാരിച്ച് കാണുന്നില്ല.
ആ സംസാരിക്കാത്തത്, അതായത് എസ്പെഷ്യലി CPM-ന്റെ മൗനത്തിന് പിന്നിൽ എന്തോ ഒരു കൃത്യമായ ഒരു ആസൂത്രണമുണ്ട്. ഇനി ഈ പറയുന്നത് പോലെ സഭയൊന്നും താങ്ങിയിട്ട് കാര്യമില്ല, അല്ലെങ്കിൽ വേണ്ട, താങ്ങാൻ പോയി കഴിഞ്ഞാൽ ഹിന്ദു വോട്ടുകൾ പോകും എന്നുള്ളൊരു തിരിച്ചറിവോ എന്തോ അവിടെ നടക്കുന്നു എന്ന് പറയുന്നു. ഈ ഒരു വിഷയത്തെ ഇതിനോട് ചേർത്ത് വായിക്കാൻ സാധിക്കുക? തീർച്ചയായിട്ടും അതിനകത്ത് ഒരു പെൺകുട്ടി അതിന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ പയ്യനെ അവളെ കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞപ്പോഴേ വീട്ടുകാരവിടെ ചെന്നപ്പോൾ അവർ കല്യാണം കഴിച്ചോളാനാണ് പറഞ്ഞത്. ഒളിച്ചോടിയൊന്നും കൊണ്ട് കല്യാണം കഴിച്ചു. പക്ഷെ കുട്ടിയെ മതം മാറ്റണമെന്ന് പറഞ്ഞപ്പോൾ അവളാണത് റിയാക്ട് ചെയ്തത്. മതം മാറ്റണമെന്ന് പറഞ്ഞപ്പോൾ ഈ പെൺകുട്ടിയാണ് റിയാക്ട് ചെയ്തത്. ഇത് ഇത്തരം കല്യാണങ്ങൾ പലതും നടക്കുന്നുണ്ട് അന്വേഷിച്ചു. ഇപ്പോൾ ഉദാഹരണത്തിന് എൻ്റെ അടുത്ത സുഹൃത്തിൻ്റെ ഒരു മകനെ ബാംഗ്ലൂരിൽ IT ഫീൽഡിൽ നിൽക്കുന്ന ഒരാളാണ്. അയാൾ കോന്നിക്കാരി ഒരു ക്രിസ്ത്യാനി പെണ്ണുമായിട്ട് പ്രണയത്തിലായി. അപ്പോൾ എന്നെ വിളിച്ചു, എനിക്കറിയാവുന്ന ഒരാളിൻ്റെ കസിനാണ് ഈ പെൺകുട്ടി. അപ്പോൾ അവരോട് ഒന്ന് സംസാരിക്കണമെന്ന് ഞാൻ സംസാരിച്ചു. അവർ പറയാൻ എന്താ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. അച്ഛനും അമ്മയും ചെന്ന് സംസാരിച്ചു. അവർ രണ്ടുപേരും പ്രൊഫസർമാരാണ്. ചെന്ന് സംസാരിച്ചു, ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ ഇറങ്ങാൻ തുടങ്ങിയ പറഞ്ഞു മതപരിവർത്തനം. ആ പെൺകുട്ടിയുടെ അച്ഛൻ ഞങ്ങൾ പറഞ്ഞ പരിവർത്തനം ചെയ്യണം, ഞങ്ങൾക്ക് ഒരു നിർബന്ധമില്ല, ഞങ്ങളുടെ സഭയിലോട്ട് ആരും വരികയും വേണ്ടെന്നാണ്. അവർ ഈ ഓർത്തഡോക്സ് സഭക്കാരാണ്. അവർ മതപരിവർത്തനത്തിന് നിൽക്കുന്ന ആളുകളില്ല. അവർക്ക് ഉള്ള തന്നെ തലവേദന, ആരും ഇങ്ങോട്ട് വരണ്ടെന്നുള്ള അഭിപ്രായം. പെൺകുട്ടിയെ അവൻ കല്യാണം കഴിച്ചു. പള്ളി വെച്ച് പറ്റത്തില്ലെന്ന് മാത്രമേ ഉള്ളൂ. ട്രിവാൻഡ്രത്ത് വലിയൊരു ഓഡിറ്റോറിയത്തിൽ വെച്ച് കല്യാണം കഴിച്ചു. ഈ പെൺകുട്ടിയെ കൊണ്ട് ഞായറാഴ്ച ഇയാൾ പള്ളിയിൽ പോകും. പോയിട്ട് അവളെ കയറ്റി വിട്ടിട്ട് പള്ളി കയറണമെങ്കിൽ കയറും, ഇല്ലെങ്കിൽ പോരും. ഈ കുട്ടി അമ്പലത്തിനും വരാറുണ്ട്. കുട്ടി ക്രിസ്ത്യാനിയായിട്ടും ജീവിക്കുന്നു, ഇയാൾ ഹിന്ദുവായിട്ടും ജീവിക്കുന്നു. അങ്ങനെ ഒരുപാട് പേരുണ്ട്, നമ്മൾ അറിയുന്നില്ലെന്നേ ഉള്ളൂ. ഒരുപാട് പ്രശസ്തരായ ആളുകൾ പോലും ഉണ്ട്. ഇവിടെ പ്രശ്നം എന്താ സംഭവിച്ചത്? ബൈ ഫോഴ്സ് ഈ കുട്ടിയെ മതം മാറ്റാൻ ശ്രമിച്ചപ്പോഴാണ് ഇത് സംഭവിച്ചത്. അവിടാണ് ഈ പ്രോബ്ലം ഉണ്ടായത്. ഈ പെൺകുട്ടിയെ ആത്മഹത്യ ചെയ്തു. ആത്മഹത്യയിലേക്ക് ഈ പ്രശ്നം തള്ളിവിട്ടപ്പോൾ അതൊരു സെൻസിറ്റീവായൊരു വിഷയമായി. അതിന് എതിരായിട്ട് BJP രംഗത്ത് വന്നു. BJP മാത്രമാണ് അതാണ് BJP മാത്രമാണ് രംഗത്ത് വന്നത്. അത് പാലായിലെ ബിഷപ്പിനെ SDPIക്കാർ വഴി തടഞ്ഞപ്പോഴും BJPക്കാർ മാത്രമല്ലേ ഉണ്ടായിരുന്നുള്ളൂ, കോൺഗ്രസ്സുകാരില്ലായിരുന്നല്ലോ. സതീശനെ തടഞ്ഞവരുടെ കൂടെ ആയിരുന്നല്ലോ, VD സതീശൻ തടഞ്ഞവരോടൊപ്പമായിരുന്നല്ലോ. ബിഷപ്പുമാരും കോൺഗ്രസിനോടൊപ്പം. അതാ രസം. ഈ കോൺഗ്രസ് എന്നും ഇരട്ടത്താപ്പാ സ്വീകരിച്ചിട്ടുള്ളത്. ഏറ്റവും വരാൻ പോകുന്ന ഒരു അപകടം, അത് കേരളത്തിലെ ജനങ്ങൾ ഇതെല്ലാം കൃത്യമായിട്ട് ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വരാൻ പോകുന്നൊരു അപകടം 2026 കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ എന്തായിരിക്കും സംഭവം? ഒരു ഭാഗത്ത് ലീഗിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കും. ലീഗിലെ നല്ല മന്ത്രിമാരും ചീത്ത മന്ത്രിമാരും ഉണ്ട്. അവസാനം അവർ കൊടുത്തൊരു അബ്ദുൾ റബ്ബ് എന്ന് പറഞ്ഞൊരു മന്ത്രിയുണ്ട്. അബ്ദുൾ റബ്ബ് വിദ്യാഭ്യാസം കൈകാര്യം ചെയ്യണോ, ശിവൻകുട്ടി വിദ്യാഭ്യാസം കൈകാര്യം ചെയ്യണോ എന്ന് ചോദിച്ചാൽ കണ്ണുമടച്ച് ഞാൻ പറയും ശിവൻകുട്ടിയെ കൈകാര്യം ചെയ്യാൻ പാടുള്ളൂ. ശിവൻകുട്ടി അപകടകാരിയല്ല, അബ്ദുൾ റബ്ബ് അപകടകാരിയാണ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ വീടിൻ്റെ ഗംഗ എന്ന് പറയുന്ന സ്വന്തം ഔദ്യോഗിക വസതിയുടെ പേര് ഗംഗ എന്ന് പറഞ്ഞത് മാറ്റാൻ പറ്റുന്ന ആളാണ്. 23 അധ്യക്ഷന്മാരെ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ മുകളിലുള്ള തലവന്മാരെ മുഴുവൻ അദ്ദേഹം മുസ്ലിങ്ങളാക്കി. അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ സ്റ്റാഫിൽ മുസ്ലിങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്ന് പറഞ്ഞാൽ എല്ലാ ലീഗ് മന്ത്രിമാരും അങ്ങനെ എനിക്ക് അഭിപ്രായമില്ല. CT മുഹമ്മദ് ബഷീർ ഇരുന്ന സമയത്ത് ഞാൻ പ്രവർത്തിച്ച ആളാണ്. അന്ന് പലയിടത്തും ഇരുന്നത് ഹിന്ദുക്കളും ക്രിസ്ത്യാനികളുമായ ഒരുപാട് ആളുകൾ പല ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും തലപ്പത്തുണ്ടായിരുന്നു. പക്ഷേ ഞാൻ പറഞ്ഞു വന്നത്, റബ്ബിനെ പോലുള്ള ആളുകൾക്കാണ് ഇപ്പം ലീഗിൽ മുൻതൂക്കം കിട്ടുന്നത്. അത് അവർ മാത്രമാണ്. SDPI മാനസികമായിട്ട് അവരുടെ കൂടെ അല്ലേ, ജമാഅത്തെ ഇസ്ലാമി അവരുടെ കൂടെ അല്ലേ, വെൽഫെയർ പാർട്ടി ഇതിൻ്റെ ഭാഗമാണെങ്കിൽ പോലും. അപ്പം അവരുടെ ഒരു നിയന്ത്രണത്തിലുള്ള ഒരു UDF അധികാരത്തിൽ വന്ന വിദ്യാഭ്യാസം അടക്കമുള്ള കാര്യങ്ങൾ ഇങ്ങനെ പോവുകയും ഇത്തരം സംഭവങ്ങൾ നടക്കുകയും ചെയ്താൽ എന്ത് സുരക്ഷിതത്വമായിരിക്കും കേരളത്തിൽ ഞങ്ങൾക്കുള്ളത് എന്ന് ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ആശങ്കപ്പെട്ട അത്ഭുതപ്പെടാനുണ്ടോ? മനസ്സിലായി. ഇനി വീണ്ടും നമുക്ക് നേരത്തെ തൊടുപുഴ വിഷയത്തിലേക്ക് തന്നെ വന്നു കഴിഞ്ഞാൽ BJP മാത്രം സംസാരിക്കുന്നു ഇവിടെ നടന്ന ലവ് ജിഹാദാണ് എന്നുള്ള ഒരു ശക്തമായ ആക്ഷേപം, ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് അവർ മുന്നോട്ട് വയ്ക്കുമ്പോൾ ഇടതുപക്ഷവും കോൺഗ്രസും ഒക്കെ മിണ്ടാതിരിക്കുന്നു. താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ ലവ് ജിഹാദ് എന്ന് പറയുന്നത് ഒരു യാഥാർത്ഥ്യമാണോ? ഈ തൊടുപുഴ പ്രോസ്പെക്റ്റിൽ താങ്കൾക്ക് എന്താണ് വിലയിരുത്താൻ? അതെ, ലവ് ജിഹാദ് എന്ന് പറഞ്ഞ ഇപ്പോൾ സംഭവം പെൺകുട്ടികളെ പ്രേമം നടിച്ച് വിവാഹം കഴിപ്പിച്ച് മതം മാറ്റുന്നുണ്ട് എന്നുള്ളത് ലളിതമായൊരു സത്യമാണ്. അതിന് നിങ്ങൾ ലവ് ജിഹാദ് എന്ന് പറയും, വേറെ എന്തെങ്കിലും പേര് പറയും. ലവ് ജിഹാദ് എന്ന് പറയുന്നൊരു ടീമിനോടല്ലേ എതിർപ്പ് വരുന്നത്. പ്രണയവിവാഹങ്ങളുണ്ട്. അത് പ്രണയം വരുന്നത് പ്രണയത്തിൻ്റെ പേരിൽ മാത്രമല്ല, മതപരിവർത്തനം നടത്താൻ പ്രണയത്തെ ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളത് ഒരു വാസ്തവമാണ്. അത് യാഥാർത്ഥ്യമാണ്. അത് നിഷേധിച്ചിട്ട് എന്ത് കാര്യമിരിക്കുന്നു? അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ താങ്കൾ തന്നെ നേരത്തെ പറഞ്ഞു CPM-ന്റെ വോട്ട് ബാങ്ക് അല്ലെങ്കിൽ വോട്ട് ബേസ് എന്ന് പറയുന്ന ഹൈന്ദവരുടെ ഒരു കൺസോൾട്ടേഷനാണ് എല്ലാ കാലത്തും CPM-ന് അനുകൂലമായി വന്ന് ഭവിച്ചിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ഈ തൊടുപുഴ വിഷയം പോലെയുള്ള സംഗതികളിൽ ക്രിസ്ത്യാനികളെയും ഹിന്ദുക്കളെയും ഒരുമിച്ച് ചേർത്ത് നിർത്താൻ ഇതൊരു ലവ് ജിഹാദ് വിഷയം ഒക്കെ കുറച്ച് BJP ഉന്നയിക്കുന്നത് പോലെ അഗ്രസീവായിട്ട് ഉന്നയിച്ചു കഴിഞ്ഞാൽ അവർക്ക് അവിടെ സ്കോർ ചെയ്യാൻ സാധിക്കില്ലേ എന്നുള്ളൊരു ചോദ്യം വരുന്നുണ്ട്. എന്തുകൊണ്ട് അവർ അത് തൊടുന്നില്ല? സംഘടിതമായിട്ടുള്ള ന്യൂനപക്ഷം അല്ലെങ്കിൽ മുസ്ലിം വിഭാഗത്തെ പേടിച്ചിട്ടാണോ, അതോ ഇത് തൊട്ടിട്ടും വലിയ കാര്യമൊന്നുമില്ല എന്നുള്ള തിരിച്ചറിവാണോ? CPM-ന്റെ മൗനം താങ്കൾ എങ്ങനെ കാണും? CPM-ന്റെ മൗനം, CPM വളരെ ബുദ്ധിപൂർവ്വം തന്നെയാണ് നീങ്ങുന്നത്.
2024 തെരഞ്ഞെടുപ്പിൽ CPM-ന് മുസ്ലിം സമുദായത്തിൽ നിന്ന് വോട്ട് വളരെ വിരളമായിട്ട് കിട്ടുള്ളൂ. ഒന്നും കിട്ടുകയില്ലെന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ എൻ ബ്ലോക്കായിട്ട് വോട്ട് UDF-നായിരിക്കും പോകുന്നത്. ഉറപ്പാണ്. അത് 100% ഉറപ്പാണ്. പിന്നെ CPM-ന് ഒരു ഡിഫെൻഡ് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം, ഉള്ള ഹിന്ദു വോട്ടെങ്കിലും ചേർത്ത് നിർത്തിയെങ്കിലേ അവർക്കൊന്ന് പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ. BJP-യെ സംബന്ധിച്ചിടത്തോളം അവരുടെ കാര്യം അതാണ്. എന്നും ഞാൻ പറഞ്ഞിട്ടുള്ളത്, BJP അഡ്രസ്സ് ചെയ്യേണ്ടത് ക്രിസ്ത്യാനികളുടെ പൊതുവിഷയമാണ്. അതിന് സഭയിൽ പോയി കണ്ടിട്ട് കാര്യമില്ല. മതമേലധ്യക്ഷൻ്റെ കൈമുത്തി കൊണ്ടോ കേക്ക് കൊണ്ടുപോയോ കാര്യമില്ല. ഇത്തരം വിഷയങ്ങൾ അഡ്രസ്സ് ചെയ്യാൻ ഇപ്പൊ ചെയ്യുന്നുണ്ട്. പക്ഷെ അതിൻ്റെ ആ അതിൻ്റെ ഒരു ഗ്ലാമർ നഷ്ടപ്പെടുന്നത് ഈ പറഞ്ഞ പോലെ കേക്കും പൊതിഞ്ഞിട്ട് പോകുമ്പോഴാണ്. എന്തിനാണ് കേക്കുമായിട്ട് അവിടെ പോകുന്നത്? ഞാൻ പറഞ്ഞത്, ഇവരാരും ഒരു സഭയ്ക്കോ സുകുമാരൻ നായർക്കോ വെള്ളാപ്പള്ളിക്കോ ഒന്നും വോട്ടിനെ സ്വാധീനിക്കാൻ അങ്ങനെ കഴിയില്ല. ഇവർ ജനങ്ങൾക്ക് വേണ്ടി നിൽക്കട്ടെ. അങ്ങനെ ഒരു കൾച്ചർ ഈ പൊളിറ്റിക്കൽ പാർട്ടി ഉണ്ടാക്കട്ടെ. പ്രത്യേകിച്ച് BJP അതിന് തുടക്കം കുറിക്കട്ടെ. മനസ്സിലായി. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ നമ്മുടെ കാതലായ വിഷയം എന്ന് പറയുന്നത് CPM ആണ്. അപ്പോൾ CPM എന്തായാലും ന്യൂനപക്ഷ വോട്ടുകൾ എന്തായാലും UDF-ലേക്ക് പോകുമെന്നുള്ള തിരിച്ചറിവ് കൊണ്ട് ഇവർ ഇത്തരം വിഷയങ്ങൾ മിണ്ടാതിരിക്കുന്നു. ക്രിസ്ത്യാനികളെ അങ്ങ് പൂർണ്ണമായി കൈവിടാൻ തന്നെയാണോ അവരുടെ തീരുമാനം? കാരണം MV ഗോവിന്ദൻ്റെ ഈ ഗോവിന്ദച്ചാമി പരാമർശവും അതിനുള്ള തിരിച്ചടിയൊക്കെ ചേർത്ത് വായിക്കുമ്പോൾ CPM വേഴ്സസ് ക്രിസ്തീയ സഭകൾ വരും കാലങ്ങളിൽ അല്ലെങ്കിൽ വരും ദിവസങ്ങളിലെ ഫോർമുല എങ്ങനെയായിത്തീരും, അത് പറഞ്ഞ് അവസാനിപ്പിക്കാം. CPM-ന് ആവശ്യമുള്ള സഭകളെ അവരെടുക്കും, ആവശ്യമില്ലാത്ത സഭകളെ ഒഴിവാക്കും. യാക്കോബായ സഭയെ അവരെടുക്കും, ഓർത്തഡോക്സ് സഭയെ വിടും. ഓർത്തഡോക്സ് സഭ എടുത്താലും കുഴപ്പമില്ല, കാരണം ഓർത്തഡോക്സ് സഭയിൽ തന്നെ അവർക്ക് ആളുണ്ടല്ലോ. സഖാവും മിലിത്യോസിനെ പോലുള്ള ആളുകൾ അവിടെ ഉണ്ട്. അവർ ഈ സഭാവസ്ത്രം കിട്ടുകൊണ്ട് രാഷ്ട്രീയപ്രചരണം നടത്തിക്കൊണ്ടിരിക്കുക, അല്ലാതെ ബിഷപ്പ് പറയേണ്ട വർത്തമാനമൊന്നുമല്ലല്ലോ അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം CPM-ന്റെ ആളുകളെ എല്ലായിടത്തും അവർ പ്ലേസ് ചെയ്തിട്ടുണ്ട്. അവരൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഓരോ വന്ന് വെളിപാടുകൾ നടത്തും. അവരെ ഇപ്പോൾ 10 ചീത്ത പറഞ്ഞാൽ പോലും അവർക്ക് അഭിപ്രായ വ്യത്യാസമില്ല. ഒരു മതമേലധ്യക്ഷൻ വിട്ടിയാന്ന് പിന്നെ അദ്ദേഹം പറഞ്ഞില്ലേ, പിണറായി വിജയൻ പറഞ്ഞില്ല, പമ്പര വിട്ടിയാണ്. വിട്ടിത്തം പറഞ്ഞപ്പോഴാന്നേ പറഞ്ഞത്. അങ്ങേരുടെ പിന്നെ ആരാണ്ട് ഒരു ഫോൾസ് ആയിട്ടുള്ളൊരു കോൾ വന്നു, അതിനകത്ത് പോയി ബാത്റൂമിൽ പോയി ചാറ്റ് ചെയ്യാൻ പറഞ്ഞപ്പോൾ അങ്ങനെ ചെയ്തോ. പിന്നെ അയാളെ വിട്ടിയല്ല എന്താ പറയുന്നത്. ഇതിൻ്റെ രസം എന്താ വെച്ചാൽ, എൻ ബ്ലോക്കായിട്ട് ക്രിസ്ത്യൻ വോട്ട് CPM-ന് കിട്ടില്ല എന്നുള്ള കാര്യം വളരെ വ്യക്തമാണ്. ഈ വീണ ജോർജ് ഒന്നും രക്ഷപ്പെടുത്തില്ല. വീണ ജോർജ് ഒരു ബാധ്യതയാണ്. വീണ ജോർജിനെ കൊണ്ടൊന്നും പാർട്ടിക്ക്, വീണ ജോർജ് വന്നതുകൊണ്ട് ഈ പത്തനംതിട്ടയിലെ കമ്മ്യൂണിസ്റ്റുകാരൻ്റെ മുറയിൽ താർക്കാണ് വീണ ജോർജിനെ കൊണ്ടുവന്നിട്ട് ചെയ്തത്. ശരി, അത് ഇനിയും അനുഭവം. ഇപ്പോൾ 2026 തെരഞ്ഞെടുപ്പ് നടത്തട്ടെ, അന്നേരം ഞാൻ പറയുന്നതിൻ്റെ അർത്ഥം മനസ്സിലാവും. ഇപ്പോൾ തന്നെ 2 പേരെ പുറത്താക്കി. പത്മോർ ഇപ്പോഴും അതിനകത്തുണ്ട്, 2 പേരെ പുറത്താക്കി. പണ്ടായിരുന്നെ അവരെ പുറത്താക്കുക, ഇത് 6 മാസത്തേക്കും 3 ആഴ്ചത്തേക്കൊക്കെ സസ്പെൻഡ് ചെയ്യുകയോ തരം താക്കുകയൊക്കെ ചെയ്യുന്നത്. കാരണം ഇപ്പോൾ തരം താഴ്ത്തിയാൽ പോലും പാർട്ടിക്കാർ നിന്നെ പുറത്താക്കി എന്ന് പറഞ്ഞാൽ താങ്ക് യു എന്ന് പറഞ്ഞാൽ പോകുന്നത്. അപ്പോൾ പിന്നെ അതിനകത്ത് കാര്യമില്ല. ഇവിടെയുള്ള പ്രശ്നം വെച്ചാൽ, വീണ ജോർജിനെ പോലുള്ള ആളുകളെ കൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് ക്രൈസ്തവ വോട്ട് കൊണ്ടുവരിക അപ്രായോഗികമാണെന്ന് പാർട്ടിക്ക് തെളിഞ്ഞു. അപ്പോൾ ക്രൈസ്തവ വോട്ടിനേക്കാൾ കൂടുതലാണ് ഉദ്ദേശിക്കുന്നത് അവരോടൊപ്പം നിൽക്കുന്ന ക്രൈസ്തവരെ ചേർത്ത് പിടിക്കാനാണ്. അത് ബുദ്ധിപൂർവമായൊരു തീരുമാനമാണ്. അത് ഞാൻ പറഞ്ഞു, ഓർത്തഡോക്സ് സഭ എതിരായിട്ട് നിന്നാലും യാക്കോബായ സഭ. പാമ്പ്ലാനി വേണ്ട, വിട്ടു. പാമ്പ്ലാനി അല്ലെങ്കിലും കിട്ടുകയില്ലല്ലോ, കിട്ടില്ല. പിന്നെന്തിനാ അതിൻ്റെ പുറകെ പോകുന്നു? പാമ്പ്ലാനിയുടെ വോട്ട് ഒന്നുകിൽ അത് നല്ലൊരു ശതമാനവും കോൺഗ്രസിനെ പോകുള്ളൂ, അതിന് സംശയിക്കേണ്ട കാര്യമൊന്നുമില്ല. ശരി, സോണിയാഗാന്ധി തലപ്പത്തിരിക്കുമ്പോഴേ അവർ പിന്നെ വേറെ ആർക്ക് വോട്ട് ചെയ്യാനാണ്? കോൺഗ്രസിനെ വോട്ട് ചെയ്യുള്ളൂ. പിന്നെ BJP-ക്ക് പിടിക്കാൻ പറ്റുന്ന വോട്ടെന്ന് ചോദിച്ചാൽ, വികസനം പറഞ്ഞ് അവരുടെ വിഷയങ്ങൾ പറഞ്ഞു, ക്രൈസ്തവർ നേരിടുന്ന പൊതുവായ വിഷയങ്ങളും പറഞ്ഞ് അവരിലേക്ക് ചെന്നാൽ BJP-ക്ക് പിടിച്ചു നിൽക്കാൻ പറ്റും. നമുക്ക് നോക്കാം. എന്തായാലും CPM-ന്റെ ആവനാഴിയിൽ ഇനിയും അസ്ത്രങ്ങൾ ഉണ്ടെന്നൊക്കെയാണ് അവർ പറയുന്നത്. വരും ദിവസങ്ങളിൽ ക്രിസ്തീയ സമൂഹവുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ അസ്ത്രങ്ങളാണ് അവർ പ്രയോഗിക്കുന്നത് നമുക്ക് നോക്കാം. ശേഷം ചർച്ചകളാകാം. നന്ദി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നേരിട്ട് ലഭിക്കാൻ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ജനഭൂമി ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യൂ. ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.